ദ ലോർഡ്സ് പ്രയർ, ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന ഒരു മോഡൽ പ്രയറായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിച്ചാന്ന് ചിലർ പറയും. പക്ഷേ ക്രിസ്തു തന്നിരിക്കുന്ന പ്രാർത്ഥന ഏത് സാഹചര്യത്തിലും ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഒരു വലിയ സത്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇത് കേൾക്കാൻ. ലോർഡ്സ് പ്രയർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാവരും കാണാൻ പഠിച്ചിട്ടുള്ളതാണ്. ബട്ട് ഇത്രയും ദിവസങ്ങൾ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിട്ട് ക്രിസ്തു എന്ത് പ്രാർത്ഥനയാണ് തന്നിരിക്കുന്നതെന്ന് പറയുന്നതാണ് ഉചിതം. അതുകൊണ്ട് അത് എടുക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ. ദൈവം പ്രാർത്ഥിക്കാൻ ഇൻസ്ട്രക്ഷൻ. മോസ്റ്റ് ഓഫ് ദ ടൈം ക്രിസ്തു പറയുന്നതിന് കൊടുക്കേണ്ട വില നമ്മൾ കൊടുക്കുന്നില്ല. അതെന്താണെന്ന് ഞാൻ ഈ അടുത്തിടെയാണ് ചിന്തിക്കാൻ തുടങ്ങി. എപ്പോഴും ഞാൻ ചിന്തിക്കാറില്ലായിരുന്നു. പക്ഷേ ഈ അടുത്തിടെ എന്നോട് ആത്മാവ് ഇങ്ങനെ ഹേമിക്കും, എന്തുകൊണ്ട് നമ്മൾ മറ്റുള്ളവർ പറയുന്നതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, പക്ഷെ ക്രിസ്തു പറഞ്ഞതിന് എന്ത് പ്രാധാന്യം കൊടുക്കും? ഹീ ഈസ് ദ വൺ ഹു ക്രിയേറ്റഡ് യു. എന്നെ സൃഷ്ടിച്ചവൻ അവനാണ്. എൻ്റെ അന്തരങ്ങളെ അറിയുന്നവൻ അവനാണ്. എത്ര നാൾ ഈ ലോകത്ത് ജീവിക്കുമെന്ന് വ്യക്തമായിട്ടും ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്ന അവനാണ്. എൻ്റെ വരവും പോക്കും എൻ്റെ ജീവിത രീതി അറിയുന്നവൻ അവനാണ്. എന്നിട്ട് ഈ യേശു പറയുന്നതിന് എന്താ പ്രാധാന്യം കൊടുക്കാത്തത്? ലോകത്തിൽ വല്ല സിനിമാ സ്റ്റാർ വിളിച്ച് പറഞ്ഞാൽ നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കും. അല്ലെ പ്രസിഡൻറ്റ് വിളിച്ചാൽ അത് പറഞ്ഞു ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പം രാജാധിരാജാവാകുന്ന യേശുവിനെ നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് കർത്താവ് വളരെ ദുഃഖത്തോട് പറയുന്നുണ്ടല്ലോ, യെരുശലേമിനെ നോക്കിയ യേശു കരയുന്നൊരു ഭാഗമുണ്ട്. യെരുശലേമേ, ഞാൻ നിന്നെ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്ന പോലെ സൂക്ഷിക്കാൻ, മാർവോട് ചേർത്ത് പിടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നിങ്ങളോ മറുത്ത് നിൽക്കുന്നു. മറുത്ത് നിൽക്കുന്ന റിബല്യസ് സ്പിരിറ്റിനെ വേരോട് പറിച്ചെടുത്തിട്ട് വേണം ഈ ഒരു പ്രാർത്ഥന ചൊല്ലാൻ. ഈ പ്രാർത്ഥന കേൾക്കുന്നത് പോലും ഒരു ഭാഗ്യമായിട്ട് കരുതണം. ചില ഡിനോമിനേഷൻസ് ഈ പ്രാർത്ഥന ചൊല്ലാറില്ല. അവർക്കൊക്കെ ദൈവത്തെക്കാട്ടി ബുദ്ധിയുണ്ടെന്നാണ് അവർ ചിന്തിക്കുന്നത്. യേശു തന്ന പ്രാർത്ഥനയ്ക്ക് പോരായ്മയുണ്ട്. നമുക്ക് പ്രാർത്ഥന ഇങ്ങനെ എടുക്കാം. അങ്ങനെയാണ് കർത്താവ് വായിക്കുന്നത്, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ഇന്ന് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിൽ നിന്ന് രക്ഷിക്കണമേ, ഞങ്ങളെ വിടുവിക്കണം, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. ഒരു കണ്ടീഷൻസാണ്. മേളിലോട്ട് പോവുകയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അവിടെ നിർത്താം. പിതാവേ എന്ന് വിളിക്കാൻ ആർക്ക് അവകാശമുണ്ട്? ഹലോഡ് ബി ദൈ നെയിം. ഫിയർ ഓഫ് ദ ലോർഡ് ഇസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. അതായത് പഴയ നിയമത്തിൽ ദൈവത്തെ പല പേരുകളാണ്. ഈ മോശയുടെ കാലത്തൊക്കെ എൽ ഷഡായി, അഡോണായി, അബ്രഹാം തൊട്ട് തുടങ്ങിയാണ്. ഓരോ സമയത്തും ദൈവം തൻ്റെ പേരുകൾ ഓരോ മുഖാന്തരത്തിൽ കൂടെ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് മനസ്സിലാക്കിച്ചു കൊടുത്തത്. എന്നാൽ പുതിയ നിയമത്തിൽ വന്നപ്പോൾ പുത്രൻ തമ്പുരാൻ, അതായത് യേശു ക്രിസ്തു, പിതാവിൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങി വന്ന പുത്രൻ, പിതാവിനെ വ്യക്തമായിട്ടും അറിയുന്ന ആ പുത്രൻ നമ്മളെ ദൈവവുമായിട്ട് കണക്റ്റ് ചെയ്തപ്പോൾ പുത്രനിൽ കൂടെ പിതാവിനെ നമുക്കും തന്നു. അപ്പോൾ ഇതുവരെ ദൈവത്തിൻ്റെ പേര് പോലും പറയാൻ പേടിച്ചിരുന്ന ജനതയ്ക്ക് ഇന്ന് പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അകത്തോട്ട് കയറിച്ചല്ല. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. എനിക്കൊരപ്പനുണ്ട്, ഞാൻ അനാഥനല്ല, ഞാൻ ഏകനല്ല, ഞാൻ എപ്പോൾ എവിടെ ഇരുന്നാലും എൻ്റെ ദൈവം എൻ്റെ കൂടെ. എനിക്ക് എൻ്റെ അപ്പൻ്റെ അടുക്കൽ കയറാനുള്ള സ്വാതന്ത്ര്യം ക്രിസ്തുവിൽ തന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് വേർഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്വർഗത്തിലിരിക്കുന്ന സ്വർഗസ്ഥനായ നമ്മുടെ യേശുവിൻ്റെ പിതാവ്, എൻ്റെ പിതാവേ എന്നല്ല പറഞ്ഞത്, ഞങ്ങളുടെ പിതാവേ നിൻ്റെ നാമം. അപ്പം നമുക്ക് വേണ്ടി പിതാവാക്കാൻ ദൈവം തമ്പുരാൻ പുത്രനെ അയച്ചത് വിശുദ്ധിയോടെ ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. കർത്താവിനെ വിശുദ്ധി കൂടാതെ എങ്ങനെ, അതായത് വിശുദ്ധി കൂടാതെ എങ്ങനെ ദൈവത്തെ കാണാൻ സാധിക്കും? ഈ ദൈവദൂതന്മാർ പോലും യെശയ്യാ പറയുന്നുണ്ട്, 6 ചിറകുള്ളവർ 2 ചിറകുകൊണ്ട് അവരുടെ കാല് മൂടി, 2 ചിറകുകൊണ്ട് അവരുടെ മുഖം മൂടി സദാസമയം പറന്നുകൊണ്ട് അവർ പ്രാർത്ഥിച്ചുകൊണ്ട്, അതായത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അതുകൊണ്ടാണ് മെയിൻ ലൈൻ ചർച്ചുകളിലെല്ലാം ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ ഇന്നും പരിശുദ്ധനാകുന്നു. സ്വർഗത്തിൽ നമ്മളിപ്പോൾ പറയുമ്പോഴും
മുഴുവൻ സമയമില്ലാത്ത സമയം, അതായത് 24 മണിക്കൂർ 7 ദിവസം ഒരാഴ്ചയിലുണ്ടെങ്കിൽ മുഴുവൻ സമയം അവിടെ കേൾക്കുന്ന ഒരു ശബ്ദം, പരിശുദ്ധൻ 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 എന്ന്. നമുക്ക് ദൈവത്തെ പരിശുദ്ധനെന്ന് പറയാൻ എന്താ പ്രയാസം? നമുക്ക് നമ്മുടെ മഹത്വം വിളിച്ചു പറയാൻ അറിയാമല്ലോ. നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം എവിടെയാണ് കുറയ്ക്കുന്നത്? ഇത് വളരെ വളരെ ആഴമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം പരിശുദ്ധം. നിൻ്റെ നാമം നമ്മൾ പറഞ്ഞതുകൊണ്ട് പരിശുദ്ധമാകുകയല്ല, ഈസ് ഓൾറെഡി ഹലോഡ്, പരിശുദ്ധമാണ്. അതുകൊണ്ടാണല്ലോ പിശാച് ലൂസിഫർ ചിന്തിച്ചപ്പോഴേ അവിടുന്ന് താഴെ ഇട്ടു. നിനക്ക് തുല്യനായിട്ട് വേറൊരാളില്ല, ദൈവത്തിന് തുല്യനായിട്ട് വേറൊരാളെ കയറ്റി വെക്കരുത്, ദൈവത്തിന് തുല്യമായിട്ട് വേറൊരു ജോലി വരരുത്, ഭാര്യ ഭർത്താക്കന്മാർ വരരുത്, മക്കൾ വരരുത്. എനിക്കൊരപ്പനുണ്ട്, എന്നെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന അപ്പൻ. ആ അപ്പനെ കുറിച്ചാണ് യേശു പഠിപ്പിക്കുന്നത്. യേശു സ്വർഗസ്ഥനായ പിതാവേ, നിൻ്റെ നാമം പരിശുദ്ധമാകണമേ, നിൻ്റെ രാജ്യം വരണമേ. എങ്ങനെയാണ് സ്വർഗത്തിലെ രാജ്യം ഭൂമിയിലോട്ട് ഇറങ്ങി വരുന്നത്? സ്വർഗം പോയി കണ്ട ഒരു വ്യക്തിക്കല്ലേ ഇത് പഠിപ്പിക്കാനൊക്കത്തുള്ളൂ. യേശു കണ്ട വ്യക്തി, സ്വർഗത്തിൽ പിതാവിൻ്റെ മടിയിൽ നിന്ന് വന്ന് പിതാവിനെ കണ്ട ഒരാൾ, പുത്രൻ തമ്പുരാൻ മാത്രമെന്ന് യേശുവിൻ്റെ വാക്കുകൊണ്ട് പറയുന്നു. ഒന്നുകിൽ യേശുവിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം, അല്ലെങ്കിൽ നീ പിശാചിൻ്റെ തന്നെ. പകുതി വിശ്വാസമുള്ള ഒരു പിശാചിൻ്റെ തന്നെയാണ്, ഒരു സംശയമില്ല. അതിനകത്ത് ഒരു ഡീവിയേഷൻ ഇല്ല. രണ്ട് ധ്രുവം, ഒന്ന് വെളിച്ചത്തിൽ താമസിക്കുന്ന, അല്ലാതെ ചുമ്മാ മനുഷ്യൻ്റെ മുമ്പിൽ വെളിച്ചം കാണിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ അത് പാളിപ്പോകുമല്ലോ. ദൈവ മുമ്പിൽ വെളിച്ചം ഉണ്ടെങ്കിൽ അവിടെ ഒരു പ്രാഗൽഭ്യമുണ്ട്. നിൻ്റെ നാമം, ദൈവത്തിൻ്റെ നാമം എടുക്കണേ പോലും ഭയം വരണം. അത് ഞാൻ പറഞ്ഞില്ലേ, ഈ അന്യഗ്രഹ ജീവികളെ ഇൻ്ററോഗേറ്റ് ചെയ്യും ഈ US എയർഫോഴ്സ്. അവർ മിണ്ടൂല, 5-10 ദിവസമൊക്കെ അവർ മിണ്ടൂല. അസൽ പിശാചുക്കളാണ് അതുങ്ങൾ. അത് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അത് ഈ അടുത്തിടെ കൂടുതൽ ഈ ദുഷ്ടശക്തി 2ാം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന പല രൂപത്തിൽ അവർ വരും. അവർക്ക് ടെക്നോളജി, എന്ത് ടെക്നോളജിയാണ്? മനുഷ്യനെ കൊല്ലുന്ന ടെക്നോളജി അറിയാം, ശരിയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരും. പിന്നെ ഇനി അത് കഴിയുമ്പോഴത്തേക്ക് വേറെ മൂണിൽ നിന്ന് വേറെ സ്ഥലത്തോട്ടൊക്കെ പോകും. എന്ത് മനുഷ്യൻ എന്നാ കാണിക്കുന്നതെന്ന് മനുഷ്യൻ അറിഞ്ഞുകൂടെ? മനുഷ്യൻ്റെ മനുഷ്യത്വവും ദൈവത്വവും മാറ്റാൻ വേണ്ടി ഓരോ പരിപാടി കാണിച്ചു വെക്കുന്നുണ്ട്. എന്തേലും ആട്ടെ, നമ്മളതിനെക്കുറിച്ച്. അപ്പം ദൈവാത്മാവ് പറയുന്നത്, എനിക്കൊരപ്പനുണ്ട് എന്നുള്ള ബോധം എനിക്ക് വരുമ്പോൾ എനിക്കൊരു വ്യക്തിത്വമാണ് വരുന്നത്. ഞാൻ എൻ്റെ അപ്പൻ്റെ ബലത്തിലാണ്. അപ്പം നമ്മൾ പാസ്പോർട്ട് നോക്കുക, അല്ലെങ്കിൽ വിസ, എല്ലായിടത്തും നിൻ്റെ അപ്പൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെ ഹസ്ബൻഡിൻ്റെ പേര്. ആരുടെ ആണെന്നുള്ള വ്യക്തിത്വമാണ് നമുക്ക് പലപ്പോഴും. എൻ്റെ അപ്പൻ്റെ പേര് പാസ്പോർട്ട് നോക്കിയാൽ അറിയാം, എൻ്റെ കുടുംബം അത്, എൻ്റെ പാസ്പോർട്ട് നോക്കിയാൽ അറിയാം. എന്താ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ദൈവത്തിനടുക്ക ചെല്ലുമ്പോഴോ അറിയാതിരിക്കുകയാണ്. കർത്താവ് നമ്മളെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയുന്നുണ്ട്. കർത്താവ് പറയുന്നത്, ദൈവരാജ്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് ആ രാജ്യം ഇവിടെ കൊണ്ടുവരാനാണ് യേശു കടന്നു വന്നത്. ആ ജോലിയിൽ യേശു ചെയ്തതുപോലെ തന്നെ നമുക്കും ഒരു ജോലിയുണ്ട്. എന്തുകൊണ്ട് ഈ പ്രാർത്ഥന ചൊല്ലാൻ മടിക്കുന്നത്? നമ്മുടെ സ്വാർത്ഥത കൊണ്ട്. ക്രിസ്തു കാണിച്ച പ്രാർത്ഥന എടുക്കാൻ എന്തുകൊണ്ട് മടി വരുന്നു? എന്നിലുള്ള ജഡം കൊണ്ട്. അഴിഞ്ഞു പോട്ടെ. കർത്താവ് പറയാണ്, ഞങ്ങൾക്ക് ആവശ്യമുള്ള, അത് കഴിഞ്ഞിട്ടാണ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കി, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഇറ്റ് ഈസ് നോട്ട് ഫുഡ് അലോൺ. അതായത് ആത്മീയ ഗോളത്തിൽ ഭക്ഷണം എന്ന് പറയുന്നത് വചനമാണ്, മന്നായാണ്. ഇത് നിറയ്ക്കാതെ ഞാൻ എഴുന്നേറ്റ് പോകത്തില്ല എന്ന് നമ്മൾ തന്നെ നിർബന്ധമുണ്ട്. നമ്മൾ ആദ്യം ഒരു ടെലിഫോൺ എടുത്ത് അത്യാവശ്യത്തിന് വല്ല, അത് പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് മാറത്തില്ല. വേദപുസ്തകം വായിക്കാൻ നമ്മൾ മറന്നുപോകും. കണ്ണിനോടൊരു നിർബന്ധം ചെയ്യുക, നമ്മുടെ ബുദ്ധിയോട് ഞാൻ ആദ്യമേ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് ചിന്തിച്ച് ഒരു അല്പനേരം കർത്താവിന് നന്ദി പറഞ്ഞിട്ട് ഏത് സാധനം തൊടത്തുള്ളൂ. വേദപുസ്തകം വായിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഉറക്കത്തന്നെ വായിക്കുന്നതാണ് നല്ലത്. പലപ്പോഴും ഉറക്കം നമ്മൾ ചെയ്യുന്നില്ല, കാരണം മറ്റേവർ ഉറങ്ങുന്നതായിരിക്കും. പക്ഷെ ഉറക്കത്തിലും ആത്മാവ് പ്രവർത്തിക്കത്തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉണ്ടെങ്കിൽ നമ്മൾ ഉറക്കുകയോ അല്ലാതെ വായിക്കും, മൗനമായിട്ടെങ്കിലും ദൈവസന്നിധിയിൽ വായിക്കുക. എന്നിട്ട് ഇന്നത്തെ ആഹാരം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭക്ഷണം തന്നെയല്ല, ആത്മീക ഭക്ഷണം, ദൈവത്തിൻ്റെ അടുപ്പം, അതുപോലെ തന്നെ ആവശ്യങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ, ബിസിനസ്സിനെ, മക്കളിലെ, മരുമക്കളിലെ, ഇതൊക്കെ അന്നെന്നുള്ളത് അപ്പച്ചൻ തരുമെന്ന് പറയും. നമ്മുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത്, നമ്മൾ ക്ഷമിച്ചിരിക്കുക എന്ന് പറഞ്ഞ് പാസ്റ്റ് ടെൻസ് ആണ്. ഞാൻ ഒരു കാര്യം ക്ഷമിച്ച് കഴിഞ്ഞിട്ട് വേണം പിതാവിൻ്റെ അടുക്കലോട്ട് ചെല്ലാൻ. ക്ഷമിച്ചിരിക്കുന്നത് പോലെ അങ്ങനെ പറയുമ്പം ഇച്ചിരി പ്രാർത്ഥന അവിടെ നിർത്തണമല്ലോ. വേറെ അടുത്ത് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും ദൈവത്തിൻ്റെ തിരുശരീരവും തിരുരക്തവും അനുഭവിക്കാൻ പോകുമ്പോൾ, അതായത് വഴിപാട് കൊടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഓർക്കുകയാണ്, നിൻ്റെ സഹോദരന് നമ്മളോട് വിദ്വേഷമുണ്ട്. ഇറ്റ് ഈസ് വെരി കോമൺ നവ ഡേയ്സ്. എന്തിനാ പിണങ്ങുന്നത് നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ. പിണങ്ങുന്നുണ്ടെങ്കിൽ നീ അവിടെ വഴിപാട് അവിടെ വെച്ചിട്ട്
നീ ചെന്നിട്ട് അവരോട് അങ്ങനെയൊന്നും ഇപ്പോൾ ഒക്കൂല. അത് മനുഷ്യൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ടെലിഫോൺ ബ്ലോക്ക് ചെയ്യും, പിന്നെ വീട്ടിൽ ചെല്ലാൻ അനുവദിക്കത്തില്ല. പണ്ടൊക്കെ നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് കയറി ചെല്ലും. ഇപ്പോൾ അതൊക്കുന്നില്ല. മനുഷ്യൻ എന്തൊക്കെയോ ആണെന്ന് ചിന്തിക്കുകയാണ്. ഒരു ശ്വാസമുള്ളവൻ ദൈവത്തിൻ്റെ നാമത്തിൽ ക്ഷമിക്കാനുള്ള മനസ്സിന് വേണ്ടി ഹൃദയം തുറക്കാത്ത മനുഷ്യൻ എത്ര മൂഢനാണ്. ആരുടെ അനുഗ്രഹം തടസ്സപ്പെടുന്നത്? അവനവൻ്റെ. അപ്പം പിന്നെ ഒരു കാര്യമുള്ളൂ, നമ്മളവരെ ഓർത്ത് പ്രാർത്ഥിക്കുക, കർത്താവേ നമുക്ക് വിദ്വേഷമില്ല, ദൈവസ്നേഹം കൊണ്ട് ക്രമേണ അത് ദൈവം പ്രവർത്തിക്കും. അപ്പം നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം, അത് ദൈവത്തിന് നിർബന്ധമാണ്. അന്നെന്നുള്ള ആവശ്യം ചെയ്തു തന്നെ. പിന്നാണ് ഞാൻ പറഞ്ഞത്, പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നമുക്ക് വേണ്ടി തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. ഏതൊരു വ്യക്തിയും, അതായത് ഏതൊരു വലിയ മനുഷ്യനും അടി മുറിഞ്ഞാൽ, അല്ല അടിയിൽ അതിൻ്റെ അടിസ്ഥാനം മാറിയാൽ വീണു പോകും. അടി തെറ്റിയാൽ വീഴും നമ്മൾ. അത് അറിഞ്ഞുകൊണ്ട് ആരും വീഴത്തില്ല. ഈ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് നമ്മൾ നന്നൂർ താമസിച്ചു, ഞാൻ ഓർക്കുന്നുണ്ട്. വെള്ളം ഇങ്ങനെ കയറി വരുന്നു, ഇറങ്ങിപ്പോൾ എല്ലാവരും പോകുന്ന പോലെ നമ്മൾ വിചാരിക്കും സിമ്പിളാണ്. വെള്ളം ഇങ്ങനെ കയറി വരുന്നു, പക്ഷെ നമ്മൾ വെള്ളത്തിൽ കൂടെ നടക്കുമ്പോൾ അടിയൊഴുക്ക് വന്ന് നമ്മളെ തട്ടിയെടുത്ത് കൊണ്ടുപോകും. അങ്ങനെയല്ലേ പലരും മരിച്ചു പോകുന്നത്. അപ്പം ദൈവാത്മാവിൻ്റെ ശക്തിയിലേക്ക് കടന്നു വരിക. കർത്താവ് നമ്മളെ തൻ്റെ മാതൃകയായിട്ട് അന്നല്ല, തൻ്റെ പരിശുദ്ധ നിറവിൽ നമുക്ക് തന്നിരിക്കുന്ന ഈ പ്രാർത്ഥനയ്ക്ക് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കുക. കർത്താവ് അത് എത്ര പ്രാവശ്യം നമുക്കൊരു പ്രയാസം വരുമ്പം വേറൊരു കാര്യം ഓർമ്മയില്ലെങ്കിൽ ഈ സ്വർഗസ്ഥനായ പിതാവേ, എൻ്റെ അപ്പൻ്റെ അടുക്കലോട്ട് ചെന്നിട്ട് ഈ ഒരു പ്രാർത്ഥന പല പ്രാവശ്യം പറഞ്ഞു നോക്ക്. സിമ്പിളാക്കുക ജീവിതം, പ്രയാസം വെറുതെ കഠിനമാക്കാതെ. സ്വന്തം പിതാവെന്ന് വിളിക്കുമ്പോഴേ അപ്പച്ചൻ ഓടി വരും. ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പഠിപ്പിച്ചത് യേശു മാത്രമാണ്. വേറൊരാൾക്ക് പിതാവെന്ന് പറയാൻ അവകാശമില്ല. ഞങ്ങൾ ദൈവത്തിന് പിതാവെന്ന് പറയുന്ന യേശുവിൻ്റെ പേരുകൊണ്ടാണ്. അല്ലെ ഞങ്ങൾക്ക് എന്താ അവകാശം? വി ആർ അഡോപ്റ്റഡ് ഇൻ ഹിം. എന്നിൽ ഞങ്ങൾ ദത്തെടുത്ത മക്കളാണ്. ആ ദത്തെടുത്തത് സ്വന്തം പുത്രനെ, അതായത് ദൈവം നമ്മുടെ പാപങ്ങളെ പരിഹരിക്കാൻ സ്വന്തം പുത്രനെ തന്നെങ്കിൽ അതിനോടുകൂടി എന്തും ചെയ്തു എന്ന് റോമർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ പാപങ്ങളെയും കറകളെയും നമ്മുടെ ബലഹീനതയും ക്ഷമിച്ചിട്ട് പുത്രൻ തമ്പുരാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ പ്രാർത്ഥന ദിനംപ്രതി ദൈവാത്മാവിൽ നിറഞ്ഞു ചെന്ന് ചൊല്ലി അതിൻ്റെ അനുഗ്രഹം പ്രാപിച്ചെടുക്കാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും പഠിപ്പിക്കണം. ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങൾ ഉറക്കത്തിൽ പോലും ഈ വചനം പറയാൻ തക്കവണ്ണം അവരുടെ ഹൃദയത്തിൽ എഴുതണം. അവരെ കൊച്ചു നാളിൽ പഠിപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥന മറക്കാതെ ചൊല്ലുവാൻ ഞങ്ങളുടെ പ്രായമുള്ള മക്കളെ ഓർപ്പിക്കണം. ഞങ്ങൾ എവിടെ ആയിരുന്നാലും പിതാവും ഞങ്ങളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കരുത്. ഈ അഭിഷേകം കുറഞ്ഞു പോകരുത്. ഈ അഭിഷേകം ചോർന്നു പോകരുത്. ഈ അഭിഷേകം നഷ്ടപ്പെടാനും ഇടയാക്കരുത്. അതാ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം പരിശുദ്ധമാവട്ടെ. രാജ്യം വരണമേ. നിൻ്റെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കാൻ നിനക്ക് മാത്രമേ ഒക്കത്തുള്ളൂ. ഞങ്ങൾ വന്ന് നിൻ്റെ മുമ്പിൽ കൈനീട്ടി നിൽക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാട്ട് തലമുറകളിലേക്ക് ഈ അനുഗ്രഹം ഒഴുകട്ടെ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.